മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 49 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, എന്താ ഈ വചനത്തിന്റെ അർത്ഥം? ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, തീ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കത്തി ജ്വലിക്കണമെന്നാണ് ഈ വചനത്തിന്റെ അർത്ഥം. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകണം നമ്മൾ ഓരോരുത്തരും. ഈ ഭൂമിയിലേക്ക് തീയായി കർത്താവ് പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. തീ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? തീ പലതിനെയും കത്തിച്ചു കളയും. തിന്മയെ കത്തിക്കാൻ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാവണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തിന്മ കടന്നു വരുമ്പോൾ ആ തിന്മയെ മറികടക്കണമെങ്കിൽ, അശുദ്ധമായതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, തീ പലതിനെയും നശിപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളെ കത്തിച്ചു കളയുന്നത് ദൈവമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന പ്രതിസന്ധികളെ, പിശാചിന്റെ പ്രവർത്തനങ്ങളെ, തടസ്സങ്ങളെ എല്ലാം കത്തിച്ചു കളയും എന്ന് പറഞ്ഞാൽ നീക്കിക്കളയും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന എന്തിനാ? തിന്മയോട് കൂട്ടുകൂടാനാണോ? അല്ല, തിന്മയ്ക്കെതിരെ നിൽക്കാനാ, തിന്മയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. തീ തന്നെയായിട്ടാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. തിന്മയോട് കൂട്ടുകൂടുന്നവർക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കത്തില്ല. കാരണം തീയാ കർത്താവ്. കർത്താവിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ ജീവിതത്തിൽ നന്മയുണ്ടാവണം, വിശുദ്ധി ഉണ്ടാവണം, ജീവിതത്തിൽ നല്ലൊരു മനസ്സുണ്ടാവണം. തിരിച്ചറിഞ്ഞുകൊള്ളുക, കർത്താവിന്റെ അരികിൽ നിൽക്കണമെങ്കിൽ വിശുദ്ധി ഉണ്ടാവണം. വിശുദ്ധമായ ഒരു ജീവിതത്തോടെയാണ് നമ്മൾ നടക്കുന്നത് എങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ തീയായി ദൈവം നൽകിയിട്ടുണ്ട്. ഈ തീ നമ്മൾക്ക് നേരെ വരുന്ന പിശാചിനെ, അവന്റെ പ്രവർത്തനങ്ങളെ കത്തിച്ച് ചാമ്പലാക്കുവാൻ തിരിച്ചറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് എപ്പോഴും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. തീ വെളിച്ചം നൽകുന്നതാണ്. തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് കർത്താവ് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥമുണ്ട്. പ്രത്യാശ, വെളിച്ചം കൂടെ നമുക്ക് നൽകാനാണ്. പ്രത്യാശ നഷ്ടപ്പെട്ടവരുടെ അരികിലേക്കാണ് ക്രിസ്തുനാഥൻ വന്ന് പിറന്നത്. ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിൽക്കുന്നവരുടെ നടുവിലേക്കാണ് ഈശോനാഥൻ വന്ന് പിറന്നത്. അവൻ പ്രത്യാശയുടെ വെളിച്ചമായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. തകർന്നവർക്കും വേദനിക്കുന്നവർക്കും ഇല്ലായ്മകളിലൂടെ കടന്നു പോകുന്നവർക്കും കർത്താവ് പ്രത്യാശയുടെ വെളിച്ചമാണ്. അവൻ പ്രത്യാശ നൽകുന്നവനാണ് എന്നുകൂടെ ഈ വചനത്തിന് അർത്ഥമുണ്ട്. പ്രിയപ്പെട്ടവരെ, നീ ഇന്ന് തകർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് പ്രത്യാശയുടെ വെളിച്ചമായി കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് വരും. അതുപോലെ തന്നെ വീണ്ടും പറയുകയാണ്, സമാധാനമല്ല ഭൂമിയിൽ ഭിന്നത എന്ന് ഞാൻ പറയുന്നുവെന്ന്. ഭിന്നതയുണ്ടാവുക എന്നാ പറയുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം മനുഷ്യഹൃദയങ്ങളിൽ സമാധാനം മാത്രമല്ല, ചില വെല്ലുവിളികളും നൽകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. എപ്പോഴും എല്ലാം നല്ലതായിട്ട് ഒന്നും ദൈവത്തിന്റെ വചനം പറയും. ചില വെല്ലുവിളികൾ ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നുണ്ട്. അത് നമ്മളിൽ അസ്വസ്ഥതയുണ്ടാക്കും. ഞാൻ തെറ്റിന്റെ വഴിയിലൂടെയാണ് നടക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മെ നോക്കി പറയും, നീ ചെയ്യുന്നത് തെറ്റാണ്. നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥതയുണ്ടാവും. നമുക്കിഷ്ടമുള്ള വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ നോക്കി പറയും, നീ നടക്കേണ്ട വഴിയിലൂടെ അല്ല നീ നടക്കുന്നത്, നീ വഴി മാറി നടക്കണമെന്ന് പറയും. നമ്മളിൽ അസ്വസ്ഥതയുണ്ടാവും. ഇതാണ് ഭിന്നത എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കിയേ. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വെല്ലുവിളി നൽകുന്നുണ്ട്. ഈ വെല്ലുവിളി വരുമ്പോൾ നമുക്ക് അങ്ങനെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും? സകല തിന്മയും ചെയ്ത് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാതെ, ആരും പറയുന്നത് കേൾക്കാതെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് സമാധാനമുണ്ട്. എന്നാൽ
സകല തോന്നിവാസവും ചെയ്ത് വൃത്തികേടുകളും ചെയ്ത് നമ്മൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? ഉള്ളില് സമാധാനം നഷ്ടപ്പെടും. കാരണം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ബോധ്യം അപ്പൊ എനിക്ക് വരും. ആ ചിന്ത എന്നിലുണ്ടാവും, സമാധാനം നഷ്ടപ്പെടും. ഇതാണ് ഭിന്നത എന്ന് പറയുന്നത്. ആ ഭിന്നത നമ്മളെ നയിക്കുന്ന എങ്ങോട്ടാ? ദൈവത്തെങ്കിലേക്കാണ്. ആ അസമാധാനം നമ്മളെ ജയിക്കുന്നെങ്കിൽ നിത്യമായ സമാധാനത്തിലേക്കാണ്, നിത്യമായ അനുഗ്രഹത്തിലേക്കാണ്, ദൈവത്തെങ്കിലേക്ക്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത കൂടെ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ അസ്വസ്ഥത അത് ദൈവത്തെങ്കിലേക്ക് അടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന, തിന്മയ്ക്കെതിരെ പോരാടാനായിട്ടുള്ള ചിന്ത നൽകുന്നതാണെന്ന് കൂടെ ബോധ്യമുണ്ടാവുക. കരങ്ങൾ യാചനയോടെ പിടിച്ച് പരിശുദ്ധാത്മാവ് തീയായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തിലുള്ള സർവ്വ തിന്മകളും അകറ്റാൻ, നമ്മുടെ ജീവിതത്തിന് നേരെ വരുന്ന തടസ്സങ്ങളെ തീയായ പരിശുദ്ധാത്മാവ് കത്തിച്ച് ചാമ്പലാക്കുന്നതിന് വേണ്ടി കരങ്ങളെ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെയും മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ വേദനകളിലേക്ക്, ഇല്ലായ്മകളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. ഇവരെ സഹായിക്കണമേ. ഈ ദിവസത്തിൽ ഇവരുടെ എല്ലാ അധ്വാനങ്ങളിലും പഠനങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഇവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇവരുടെ ആവശ്യങ്ങളിൽ അങ്ങ് ഇവരെ സഹായിക്കണമേ. ഈശോയെ ഇവരെ പരിപാലിക്കണമേ. അഗ്നിയായ പരിശുദ്ധാത്മാവെ ഇവരിൽ ജ്വലിക്കണമേ. ഇവരുടെ ജീവിതത്തിലെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പൈശാചിക ശക്തികളെയും അഗ്നിയായ പരിശുദ്ധാത്മാവെ നിർവീര്യമാക്കണമേ. തടസ്സങ്ങളെ മാറ്റണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, പരാജയങ്ങൾ നീക്കണമേ, എല്ലാ കെട്ടുകളും അഴിക്കണമേ. ആത്മാവേ ഇവരിൽ കാത്തി ജ്വലിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.